കുറച്ച് ദിവസമായിട്ട് മഴയാണ്. എന്നുവെച്ചാൽ മഴ പെയ്യും, പിന്നെയും മഴ മാറും, വെയിലൊക്കെ വരും. നമ്മൾ കുറേ ജോലികളൊക്കെ ചെയ്യാം. അതായത് പച്ചക്കറികൾക്ക് തടമെടുത്ത് നടണം, പിന്നെ അതുപോലെ തന്നെ മണ്ണൊക്കെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വയ്ക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഉള്ള ഒരു ദിവസത്തെയാണ് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. കാരണം നമുക്ക് കുറച്ച് കപ്പ, വാഴ ഇതൊക്കെ കണ്ടിട്ട് ഒരു വാഴ അങ്ങ് വീണ് ഈ മഴയത്ത് ഇപ്പം നോക്കിയപ്പോഴാണ് കണ്ടത്. 2 ദിവസത്തെ മഴയ്ക്ക് ശേഷം നോക്കിയപ്പോഴാണ് ഈ വാഴ വീണു. അപ്പോൾ അതിലെ കൊല വെട്ടിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒരുവിധം വിളഞ്ഞ്, ഇത്രയും പഴമൊന്നും തിന്നാൻ ഇവിടെ ആളൊന്നുമില്ല. കടയിൽ കൊടുക്കാമെന്ന് വെച്ചു. കടയിൽ കൊടുത്താൽ അതിന് കിട്ടുന്ന വില കൊടുത്ത് മീനെങ്കിലും വാങ്ങാമല്ലോ. കാരണം ഇത് പഴുപ്പിച്ച് നമ്മൾ കളഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിനിപ്പോൾ അത് വെടിച്ച് കീറി, കായ് ഇപ്പം നോക്കിയപ്പോഴാണ് വെടിച്ച് കീറി നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും പഴുപ്പിച്ച് അടുത്ത വീടുകളിലും കൂടെ ഒക്കെ കൊടുക്കാം എന്ന് വിചാരിക്കുക. അതുപോലെ വേറെ രണ്ടാമത്തെ ഒരു കൊലയാണിത്. വേറെ ഒരു കൊലയും വീണു. അപ്പോൾ അതാണ് 2 കൊല ഇങ്ങനെ വീണ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോൾ റബ്ബർ വെട്ടലൊക്കെ നിന്നിരിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ വർഷം അധികം വെട്ടൊന്നും നടന്നില്ല. കാരണം എന്നും അങ്ങ് മഴയാണ്. റബ്ബർ വെട്ടുന്ന ഒരു ദിവസം വെട്ടിക്കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഭയങ്കരമായ മഴയാണ്. ഉള്ള ഷീറ്റെല്ലാം കൂടെ കൊണ്ടുപോയി വിറ്റു. കാരണം കഴിഞ്ഞ ദിവസം 200 രൂപയൊക്കെ ആയത് പിന്നെ അങ്ങ് താന്ന് 170 രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്. അത് 10,000-3000 രൂപ നമുക്ക് നഷ്ടം വന്നു. എന്നാലും വേണ്ടിയില്ല, തൽക്കാലമുള്ള കുറച്ച് ആവശ്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പരിസരമൊക്കെ വൃത്തിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പരിസരത്തൊക്കെ ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ മൊത്തവും അങ്ങ് കാട് കയറും. അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുറേ പാവൽ, വെണ്ട, പയർ ഇതെല്ലാം നട്ടിട്ടുണ്ട്. കപ്പ നട്ടിട്ടുണ്ട്. എല്ലാം അത്യാവശ്യമുണ്ട് നമുക്ക് വേണ്ടതെല്ലാം. വാഴ, ചേമ്പ്, കപ്പ, മത്തങ്ങ ഇങ്ങനെ എല്ലാം കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെയിൽ വന്ന് നല്ല ഇന്നിപ്പോൾ ഒരു സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന നല്ല ഒരു അന്തരീക്ഷം, ആകാശമൊക്കെയാണ് നമുക്ക് ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. കണ്ടേ, പാക്കെല്ലാം പഴുത്ത് വിളഞ്ഞത്. അത് കുറച്ചെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. മുറുക്കുന്നവരൊക്കെ പിറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുണ്ട് നമ്മുടെ കാന്താരിയെ കണ്ട ശരിക്കുള്ള കാന്താരി, ഇത് പടർന്ന് വലുതായി നിൽക്കുന്ന കാന്താരിയാണ്. ഇഷ്ടംപോലെ കാന്താരി പിടിച്ച് നിൽപ്പുണ്ട്. കാന്താരിക്കൊക്കെ വലിയ വിലയാണിപ്പോൾ. പക്ഷേ ഞാനത് കുറേയേറെ ഇതിൻ്റെ അരി വാങ്ങി കിളിപ്പിച്ച് കുറേ തൈ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഏത്തവാഴകളും നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഴക്കൊല വീണ് കിടക്കുന്നു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തവാഴയാണ് ഒടിഞ്ഞ് വീണതുണ്ട്. ഈ ഒരു പ്ലാവാണ് നമ്മൾ പുതിയ എയർലി വിയറ്റ്നാം പ്ലാവാണ്. അതിൽ കുറച്ചൊക്കെ കായ്ച്ചു വരുന്നു. ഒന്ന് കണ്ട ഒരുമാതിരി രോഗം പിടിച്ച കണക്ക്. ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്തോന്നൊന്നും അറിയത്തില്ല. നമ്മൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് ചെയ്തതാണ് അത്. കണ്ടില്ലേ, അതിലൊക്കെ നല്ല ചക്ക പിടിച്ച് വരുന്നുണ്ട്. ചേമ്പ് അത്യാവശ്യം നമുക്ക് വേണ്ട കൃഷികളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. കാന്താരി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ചെടികളുമൊക്കെ ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാങ്ങ നറിച്ചെടി, അങ്ങനെ കുറേയൊക്കെ നല്ല മൊത്തത്തിലൊരു ഭംഗിയാണ്. പിന്നെ അതുപോലെ കുക്കുംബർ, പീച്ചിൽ അതെല്ലാം പിടിച്ച് വരുന്നു. ഒരു ലൈക്ക് കൊടുക്കണേ പ്ലീസ്.